വശുറകാഉകും നിൽക്കൂ അവിടെ. അല്ലാഹുവിന്റെ കൽപ്പന ആരോടാ പറയുന്നത്? ലില്ലദീന അശ്റകൂ, ശിർക്ക് ചെയ്ത ആളുകളോട്. നിങ്ങളും നിൽക്കണം, നിങ്ങൾ ആരെ വിളിച്ചോ അവരും അവിടെ നിൽക്കും. ചോദ്യം ചോദിക്കാണ്ട് എനിക്ക്. കാരണം അല്ലാഹു തആല ലോകത്തേക്ക് നബിമാരെ പറഞ്ഞയച്ച്, വേദഗ്രന്ഥങ്ങൾ കൊടുത്തയച്ച്, അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിച്ച്, അതിന്റെ പേരിൽ അമ്പിയാക്കന്മാർ ഒരുപാട് ത്യാഗം സഹിച്ച് അവർക്ക് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോ ആ അമ്പിയാക്കന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സമൂഹം എന്തൊരു ദുരന്തമാണിത്. അതുകൊണ്ട് തന്നെ പരലോകത്ത് നല്ല വെറുതെ വിടൂല. അല്ലാഹു പറയാ, നിൽക്കൂ അവിടെ, നിങ്ങളും നിൽക്കണം, നിങ്ങൾ ആരെ വിളിച്ചോ അവരൊക്കെ അവിടെ നിൽക്കും. അങ്ങനെ അവർക്കിടയിൽ വേർപ്പെടുത്തപ്പെടും, വിളിച്ചു പ്രാർത്ഥിച്ചവരും വിളിച്ചു പ്രാർത്ഥിക്കപ്പെട്ടവരും. വഖാല ശുറകാഉഹും മാ കുൻതും ഇയ്യാനാ തഅബുദൂൻ. അപ്പോ ഈ പ്രാർത്ഥിക്കപ്പെട്ട ആളുകൾ ആരെയാണോ വിളിച്ചത് അവർ പറയും, മാ കുൻതും ഇയ്യാനാ തഅബുദൂൻ, ഞങ്ങളെ നിങ്ങൾ ഇബാദത്ത് എടുത്തിട്ടില്ല, ഞങ്ങളെ നിങ്ങൾ വിളിച്ചിട്ടില്ല, ഞങ്ങൾ അതിന് കൽപ്പിച്ചിട്ടുമില്ല. വകഫാ ബില്ലാഹി ശഹീദൻ ബൈനനാ വബൈനകും, അല്ലാഹ് സാക്ഷിയായിട്ടുണ്ട് ഞങ്ങൾക്ക്. എന്താ സാക്ഷി? ആ അല്ലാഹ് ഒരിക്കലും ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഞങ്ങൾ കേൾക്കുമെന്നും അല്ലാഹ് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ഉത്തരം തരുമെന്നും അല്ലാഹ് പറഞ്ഞിട്ടില്ല. ഇതിനൊക്കെ ഞങ്ങൾക്ക് റബ്ബ് സാക്ഷിയാണ്. നിങ്ങൾ ആരും ഞങ്ങളെ വിളിച്ചിട്ടില്ല. പിന്നെ പറഞ്ഞെന്താണെന്നറിയോ? ഇൻ കുന്നാ അൻ ഇബാദതികും ലഗാഫിരീൻ, നിങ്ങൾ നടത്തിയിരുന്ന ഇബാദത്തുണ്ടായിരുന്നു ഞങ്ങളുടെ പേരിൽ, പക്ഷേ ഞങ്ങൾ അത് അറിഞ്ഞിട്ടില്ല. നമ്മൾ എവിടെ നിന്ന് വിളിച്ചാലും ഏത് ലോകത്ത് നിന്ന് വിളിച്ചാലും മരിച്ചുപോയ ഔലിയാക്കന്മാർ കേൾക്കും, അറിയും, സഹായിക്കും എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം സഹോദരന്മാരെ പരലോകം സംവിധാനിച്ച അല്ലാഹ് പറയാണ്, ഈ ആരാധ്യ വസ്തുക്കൾ പറയും, ഇൻ കുന്നാ അൻ ഇബാദതികും ലഗാഫിലീൻ, നിങ്ങൾ നടത്തിയിരുന്ന ദുആയുണ്ടല്ലോ, നിങ്ങൾ നടത്തിയിരുന്ന ഇബാദത്തുണ്ടല്ലോ, ഞങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല. എന്താ എന്ന് മനസ്സിലാക്കാനുള്ളത്? ആരും പരലോകത്തില്ല. നിങ്ങൾ ആരെ വിളിച്ചാലും ആരോട് സഹായം തേടിയാലും അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനയല്ലാതെ നാളെ പരലോകത്ത് ഗുണം ചെയ്യുന്ന മറ്റൊരു പ്രാർത്ഥന നാളെ പരലോകത്ത് ഇല്ല. സഹോദരന്മാരെ, ആ ശിർക്ക് ഒഴിവാക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുക. റബ്ബിലേക്ക് നമ്മൾ മടങ്ങാം. റബ്ബ് പോലെ അലൈസല്ലാഹു ബികാഫിന അബ്ദഹു, അടിമയ്ക്ക് അല്ല പോലെ. ഹസ്ബി അല്ലാഹ്, ഞങ്ങൾക്ക് അല്ല മതി, എനിക്ക് അല്ല മതി. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ബരമേൽപ്പിക്കാൻ ഏറ്റവും നല്ല അല്ലാഹു, അവൻ മതി നമുക്ക് എന്ന് പഠിപ്പിച്ച ഖുർആന്റെ വിശ്വാസത്തിലേക്ക് വരാൻ പിന്നുള്ള ന്യായീകരണങ്ങളാ. അവർ ഔലിയാക്കന്മാരാണ്, അവർ ശഫാഅത്ത് നടത്തും, അല്ലെങ്കിൽ അവർ നമ്മളെ അടുപ്പിക്കും. ഇതൊന്നും പരലോകത്തും നടക്കുന്ന കാര്യമല്ല എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്നു. ഒരു വചനം കൂടി ശ്രദ്ധിക്കുക. സൂറത്തു സ്വാഫാത്തിലെ 19 മുതൽ 35 വരെയുള്ള വചനങ്ങൾ. അവിടെ എന്താണെന്നറിയോ? വഴിപിഴപ്പിച്ച നേതാക്കന്മാരും വഴിപിഴച്ച അനുയായികളും അവർ തമ്മിൽ നടക്കുന്ന തർക്കമാണ്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി എണ്ണി പറയാം. ആ ഘോര ശബ്ദം അത് സംഭവിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും ഖബറിൽ നിന്ന് എണീറ്റ് വന്ന് നോക്കുകയാണ്. ഞങ്ങളുടെ നാശമേ, ഇതാണല്ലോ പ്രതിഫല നാളിന്റെ ദിവസം എന്നവർ പറയും. അതെ, ഇതാണ് വേർതിരിവിന്റെ ദിവസം. നല്ലവനെയും ചീത്തവനെയും വേർതിരിക്കുന്ന, സ്വർഗത്തിന്റെ ആളെയും നരകത്തിന്റെ ആളെയും വേർതിരിക്കുന്ന ദിവസമാകുന്നു ഇത്. നിങ്ങളാകട്ടെ ഈ ദിവസത്തെ നിഷേധിച്ചവരുമായിരുന്നു. അക്രമികളെയും അവരുടെ കൂട്ടാളികളെയും അവർ ആരെ വിളിച്ച് പ്രാർത്ഥിച്ചോ അവരെയും ഒക്കെ അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടും. ഒരുമിച്ച് കൂട്ടപ്പെടണം, അള്ളാഹുവിന്റെ കൽപ്പനയായിരിക്കും. അള്ളാഹ്ക്ക് പുറമെ വിളിച്ചവരൊക്കെ ഒരുമിച്ച് കൂട്ടണം. എന്നിട്ടോ അവരെ നരകത്തിന്റെ വഴിയിലേക്ക് മാറ്റി നിർത്തണം. വഖിഫൂഹും, അവിടെ നിർത്തൂ അവരെ. ഇന്നഹും മസ്ഊലൂൻ, അവരോടും ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. മാലക്കും ലാ തനാസറൂൻ, എന്താ ഇപ്പൊ നിങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാത്തത്? അള്ളാഹുവിന്റെ ചോദ്യം നോക്കി. എന്താ നിങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാത്തത്? ബൽ ഹുമുൽ യൗമ മുസ്തസ്ലിമൂൻ, ഇന്ന് എല്ലാവരും കീഴൊതുങ്ങിയിട്ടുണ്ടല്ലോ. ഇന്ന് എല്ലാവരും എന്റെ മുമ്പിൽ അർപ്പണ ബോധത്തോടുകൂടി നിൽക്കുന്നുണ്ടല്ലോ. ഈ സന്ദർഭത്തിൽ കുറ്റം ചെയ്ത് തിന്മ ചെയ്ത് വന്ന ആളുകൾ മാറി നിൽക്കുന്നുണ്ട്. അവർ തമ്മിൽ തുടങ്ങും. എന്താ ചോദ്യം അറിയോ? ഖാലൂ ഇന്നകും കുൻതും തൗതൂനനാ അനിൽ യമീൻ, നീയല്ലേ എന്റെ വലതുഭാഗത്തു കൂടെ വരും, നീ എന്റെ മുമ്പിലൂടെ വരും,
ഓരോ സന്ദർഭത്തും ഓരോന്നും പറഞ്ഞുകൊണ്ട് എന്നെ പഴപ്പിക്കാൻ നീ ശ്രമിച്ചിരുന്നത്, ഇപ്പൊ നിനക്ക് എന്നെ രക്ഷിക്കാൻ സാധ്യമാണോ എന്ന് പഴപ്പിച്ചവനോട് പഴച്ചവൻ ചോദിക്കുന്നു. ഖാലൂ ഇന്നകും കുൻതും തഅതൂനനാ അനിൽ യമീൻ, മുൻഭാഗത്തുകൂടെ വലതുഭാഗത്തുകൂടെ നീ വന്നിരുന്നല്ലോ. ഖാലൂ, അപ്പൊ മറ്റേ കൂട്ടർ പറയാ ബൽ ലം തകൂനു മുഅ്മിനീൻ, ഞങ്ങൾ വന്ന് പഴപ്പിച്ചോട്ടൊന്നല്ല നിങ്ങൾ വഴി പഴച്ചത്, നിങ്ങൾ തന്നെ സ്വയം പഴച്ചവരായിരുന്നു. നോക്കി, നിങ്ങൾ തന്നെ ഈമാനില്ലാത്തവരായിരുന്നു. വമാ കാന ലനാ അലൈക്കും മിൻ സുൽത്താൻ, ഞങ്ങൾക്ക് നിങ്ങളിൽ ഒരു ആധിപത്യവും ഉണ്ടായിരുന്നില്ല. ബൽ കുൻതും ഖൗമൻ താഗീൻ, നിങ്ങൾ സ്വയം അതിക്രമിച്ചു പോയ ആളുകളായിരുന്നു, ഞങ്ങൾ നിങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ഫഹഖ അലൈനാ ഖൗലു റബ്ബിനാ, ഇന്ന് റബ്ബിന്റെ വാക്ക് നമ്മളിലെല്ലാം യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇന്നാ ലദായിഖൂൻ, നമ്മളെല്ലാവരും അനുഭവിക്കാൻ പോവുകയാണ്. അപ്പൊ പഴി പഴപ്പിച്ച ആളുകൾ പോലും ഞങ്ങൾ നിങ്ങളെ സഹായിക്കാമെന്നും അവിടെ വെച്ചുകൊണ്ട് പറയുന്നില്ല. ഈ നിലക്ക് നേതാക്കന്മാർ അനുയായികളിൽ നിന്ന് വിട്ടൊഴിയുന്ന ദിവസം സൂറത്ത് ഇബ്രാഹിം 21-ാമത്തെ വചനം, വബറസൂ ലില്ലാഹി ജമീആ, എല്ലാവരും അല്ലാഹുവിന്റെ മുമ്പിൽ ബാരിസാകും, അന്നവിടെ ഹാളിറാകും, പ്രത്യക്ഷപ്പെടും. ഫഖാല ളുഅഫാഉ, അന്ന് ദുർബലരായ ആളുകൾ പറയും. സമൂഹത്തിൽ താഴെക്കിടയിലുള്ള അറിവില്ലാത്ത വിവരമില്ലാത്ത പാമരജനങ്ങളുണ്ടല്ലോ, അവരെയാണ് അധികം ആളുകൾ വഴിപഴപ്പിക്കാൻ. ആ ദുർബലന്മാർ പറയും ആരോട്? ലില്ലദീനസ്തക്ബറൂ, അഹങ്കരിച്ച് മുന്നേറിയിരുന്ന ആളുകളുണ്ട്, ഒന്നും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു അറിഞ്ഞിരുന്ന ആളുകളുണ്ടായിരുന്നു, അവരുടെ കൂടെ കൂടുകയും ചെയ്തു. ആ അഹങ്കാരികളോട് ദുർബലന്മാർ പറയും ഇന്നാ കുന്നാ ലകും തബആ, ഞങ്ങൾ നിങ്ങളെയായിരുന്നു പിൻപറ്റിയിരുന്നത്. ഫഹൽ അൻതും മുഗ്നൂന അന്നാ മിൻ അദാബില്ലാഹി മിൻ ഷൈഅ, ഇന്ന് റബ്ബിന്റെ ശിക്ഷയിൽ നിന്ന് എന്തെങ്കിലും കുറച്ചു തരാൻ നിങ്ങളെ കൊണ്ട് സാധ്യമാണോ? ചോദ്യമാണ്. ആരുടെ? അനുയായികളുടെ ചോദ്യം നേതാക്കളോട്. എന്താ അവരുടെ മറുപടി? ഖാലൂ ലൗ ഹദാനല്ലാഹു ലഹദൈനാകും, ഞങ്ങൾക്ക് അല്ലാഹു ഒരു മാർഗം തന്നിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളെ മാർഗത്തിലാക്കാമായിരുന്നു. ഞങ്ങൾക്കേറെ രക്ഷയില്ലാന്നർത്ഥം. സവാഉൻ അലൈനാ അഹം അജസിഅനാ അം സബർനാ, ഇനി നമ്മൾ വേവലാതി കാണിച്ചിട്ടും കാര്യമല്ല, നമ്മൾ ക്ഷമിച്ചിട്ടും കാര്യമല്ല. മാ ലനാ മിൻ മഹീസ്, നമുക്കിനി ശിക്ഷ മാത്രമേ ബാക്കിയുള്ളൂ. ഇതാരാ പറയുന്നത്? പിഴപ്പിക്കപ്പെട്ട അനുയായികളോട് പിഴപ്പിച്ച നേതാക്കന്മാര് പറയാ ഇനി നമ്മൾ ഒന്നിച്ച് സഹിച്ചോളുകയാണ്. സൂറത്ത് ഇബ്രാഹിം 21-ാമത്തെ വചനം. ഇങ്ങനെ അല്ലാഹു തആല പറഞ്ഞു തന്നിട്ട് പോലും അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ആലോചിക്കാതെ സഹോദരന്മാരെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ ശിർക്കിന്റെയും തെറ്റായ വഴിയുടെയും പിന്നാലെ പോയ പരലോകത്ത് ആരുണ്ടാകും? ഇനി നോക്കൂ, ഇതിനൊക്കെ കാരണക്കാരനായത് പിശാചാണല്ലോ. പൈശാചികമായ പ്രേരണകളും അവന്റേതായ ഇടപെടലുകളുമാണ് ഇത്തരം ശിർക്കിന്റെ വിശ്വാസങ്ങൾക്കൊക്കെ കാരണം. ആ ശൈത്താന് പോലും നാളെ എന്ത് പറയും? സൂറത്ത് ഇബ്രാഹിം 22-ാമത്തെ വചനം. ഒരു നന്മക്കൊരുങ്ങുമ്പോ, നല്ല വിശ്വാസത്തിലേക്കും പ്രവർത്തനത്തിലേക്കും ഇറങ്ങുമ്പോ മനസ്സിൽ ചീത്ത ചിന്താഗതികളും ദുഷിച്ച വിശ്വാസങ്ങളും വരുന്നു എങ്കിൽ ആലോചിച്ചോളൂ, പിശാചിനെ ഞാൻ മാറ്റിവെക്കേണ്ടതുണ്ട്. ആ വിശ്വാസവുമായി കൂടെ പോകാൻ പാടില്ല. കാരണം എന്നെ പിഴപ്പിക്കാൻ കാരണമാകുന്ന ഈ പിശാച് നാളെ പരലോകത്ത്. ഇബ്രാഹിം, സൂറത്ത് ഇബ്രാഹിം 22-ാമത്തെ വചനം. വഖാല അശ്ശൈത്താനു ലമ്മാ ഖുലിയൽ അംറു ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ് വവഅദ്തുകും ഫഅഖ്ലഫ്തുകും, അല്ലാഹു നിങ്ങളോട് പല വാഗ്ദാനങ്ങളും നൽകിയിരുന്നു, ഞാനും നിങ്ങൾക്ക് ചില വാഗ്ദാനങ്ങളൊക്കെ നൽകി. പിശാച് പറയാൻ അല്ലാഹു പറഞ്ഞില്ലേ സ്വർഗ്ഗമുണ്ട്, അല്ലാഹു പറഞ്ഞില്ലേ ഇന്ന തെറ്റിയത് നരകത്ത് പോകുന്നു, ഞാൻ ചില സന്തോഷ വാർത്തകളൊക്കെ നിങ്ങൾക്ക് നൽകി. വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് നിങ്ങളിൽ പ്രത്യേകിച്ച് അധികാരമൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ലാ അൻ ദഅൗതുകും, ഞാൻ നിങ്ങൾ ക്ഷണിച്ചു നോക്കി. ഫസ്തജബ്തും ലീ, നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി. ഞാൻ ഈ കള്ളു കുടിക്കാൻ വിളിച്ചപ്പോൾ നിങ്ങൾ പോന്നു, അനാവശ്യങ്ങൾക്ക് ക്ഷണിച്ചപ്പോൾ നിങ്ങൾ പോന്നു, ശിർക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ചെയ്തു. അങ്ങനെ എല്ലാ തിന്മകളിലേക്കും ഞാൻ ക്ഷണിച്ചപ്പോൾ ഫസ്തജബ്തും ലീ, നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി. ഫലാ തലൂമൂനി, അതുകൊണ്ട് ഇന്ന് ആരും എന്നെ വഴക്ക് പറയണ്ട. വലൂമു അൻഫുസകും, നിങ്ങളെ തന്നെ പറഞ്ഞാൽ മതി, ഞാനല്ല കാരണക്കാരൻ, നിങ്ങൾ തന്നെയാണ്. ശൈത്താൻ പോലും മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ആര്? എല്ലാ പിഴവിനും കാരണമായ പിശാച് പോലും ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ്, ഞാൻ ആരും പഴപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ വഴിമാറുകയാണ്.
എന്നിട്ട് അവസാനം പറയുന്നത് എന്താ? മാ അന ബിമുസ്രിഖികും, എനിക്ക് നിങ്ങളെ നരകത്തിൽ രക്ഷപ്പെടുത്താനാവുകയില്ല. വമാ അൻതും ബിമുസ്രിഖിയ, നിങ്ങൾക്ക് എന്നെ രക്ഷപ്പെടുത്താനും ആവുകയില്ല. ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂനി മിൻ ഖബൽ, ഇതിനു മുമ്പ് നിങ്ങൾ ഏതെല്ലാം കാര്യത്തിൽ എന്നെ പങ്കാളിയാക്കിയിട്ടുണ്ടോ ഞാൻ അതിൽ നിന്നെല്ലാം ഒഴിവാണ്, ഞാൻ അതൊക്കെ നിഷേധിക്കുകയാണ്. ഇന്നല്ലാലിമീന ലഹും അദാബുൻ അലീം, അക്രമികൾക്ക് വേദനാജനകമായ ശിക്ഷ നാളെ പരലോകത്തുണ്ട്. അപ്പൊ ഇതാണ് സഹോദരന്മാരെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയുടെ അവസ്ഥ. എന്താ മനസ്സിലായത്? യഥാർത്ഥമായ ഈമാൻ, ആ ഈമാനിനനുസൃതമായ ജീവിതം, അവനവന് വല്ലതും ഈ ലോകത്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നാളെ പരലോകത്ത് ഗുണപ്പെടും എന്നതല്ലാതെ നമ്മൾ രക്ഷിക്കും സഹായിക്കും എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് ആരിൽ അർപ്പിച്ച് ജീവിച്ചോ, ആരുടെ പിന്നാലെ പോയോ, അവരാരും നമ്മളെ രക്ഷിക്കാനില്ല. ഒരാളും നമ്മുടെ പാപഭാരത്തെ വഹിക്കാനുമില്ല. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തുണ്ടല്ലോ, ചില ആളുകൾ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ചെയ്താലൊന്നും കുഴപ്പമില്ല, അതൊക്കെ നമ്മൾ ഏറ്റെടുത്തോളാം പരലോകത്ത് എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ അല്ലാഹ് പറയാണ്, ഇല്ലാ വമാഹും ബിഹാമിലീന മിൻ ഖതായാഹും മിൻ ഷൈഇൻ, ഒരാളും ഒരാളുടെ പാപഭാരം ഏറ്റെടുക്കുകയില്ല. ഇന്നഹും ലകാദിബൂൻ, അങ്ങനെ വല്ലവനും പറയുന്നുണ്ടെങ്കിൽ അത് കളവ് മാത്രമാണ്, ആരും ഏറ്റെടുക്കുകയില്ല. എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നവർന്ന, എന്റെ മുരീദികൾ നന്നായില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ നന്നായി ജീവിക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് ഷെയ്ഖ് പറഞ്ഞു എന്ന് മുഹദ്ദിസ് ഷെയ്ഖിന്റെ പേരിൽ ഇല്ലാത്ത കള്ള റിപ്പോർട്ട് ചെയ്തുണ്ടാക്കി അത് മാലയാക്കി മാറ്റിയും പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ കൊണ്ട് ചൊല്ലിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ അല്ലാഹ് പറഞ്ഞാൽ എന്താ? ഒരാളും ഏറ്റെടുക്കൂല. ഏത് സ്വീകരിക്കണം നമ്മൾ ആലോചിക്കൂ, പരലോകത്തെ ഭയപ്പെടൂ. ഒരൊറ്റ വചനം കൂടി പറഞ്ഞുകൊണ്ട് ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാളെ പരലോകത്ത് നരകത്തിൽ കടന്നുകൊണ്ട് മനുഷ്യൻ പറയുന്ന പറച്ചിലും അവന്റെ വിലാപവും സൂറത്തുൽ അഹ്സാബ് 66 മുതൽ 68 വരെയുള്ള വചനങ്ങൾ. യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ, നരകത്തിൽ മുഖം കുത്തി വലിക്കപ്പെടുമ്പോൾ യഖൂലൂന, അവർ പറയും, യാ ലൈതനാ അതഅന അല്ലാഹ വ അതഅന റസൂല, അല്ലാഹുവിനെ അനുസരിച്ചിരുന്നെങ്കിൽ റസൂലിനെ അനുസരിച്ചിരുന്നെങ്കിൽ എന്ന് പറയും. വഖാലു, അവർ പറയുകയാണ്, റബ്ബനാ, ഞങ്ങളുടെ നാഥ, ഇന്ന അതഅന സാദതന വ കുബറാന, ഞങ്ങൾ ഞങ്ങളുടെ സാദാത്യങ്ങൾ അനുസരിച്ചു പോയി. അല്ലാഹ് പറഞ്ഞല്ലേ, ശ്രദ്ധിച്ചില്ല. റസൂലിന്റെ കൽപ്പന ഉണ്ടോ അല്ലേ, ശ്രദ്ധിച്ചില്ല. അത് സാദാത്യങ്ങളല്ലേ, അവരൊക്കെ കുബറാക്കളല്ലേ, ഉമറാക്കളല്ലേ, ഞങ്ങൾ പിന്നാലെ കൂടിപ്പോയി. അവർ ഞങ്ങളെ വഴിപഴപ്പിച്ചു. അല്ലാഹ് നരകത്തിലാണ് ഈ പറയുന്നത്. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ആതിഹിം, അവർക്ക് നീ കൊടുക്കണം, ഇരട്ടി ശിക്ഷ കൊടുക്കണം, വൽഅൻഹും ലഅനൻ കബീറാ, അവർ നീ വലിയ ശപിക്കൽ ശപിക്കുകയും വേണം എന്ന് നേതാക്കന്മാർക്കെതിരെ അനുയായികൾ സംസാരിക്കുന്ന ദിവസമാണ് പരലോകം. അതുകൊണ്ട് വിശ്വാസം നന്നാക്കുക. അവനവന്റെ കാര്യം ഞാൻ മാത്രമേ പരലോകത്തുണ്ടാവുകയുള്ളൂ. എന്റെ ശരിയായ ഈമാനും എന്റെ ശരിയായ കർമ്മവും മാത്രമേ പരലോകത്ത് തുണക്കുണ്ടാവുകയുള്ളൂ എന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا أما بعد فاتقوا الله عباد الله أيها الناس أوصيكم عباد الله وإياي ثانيا بتقوى الله. സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ അസ്മാവുകളും സിഫാത്തുകളും എങ്ങനെ നമ്മൾ വിശ്വസിക്കണമെന്നും അതിനോടുള്ള നമ്മുടെ സമീപനങ്ങൾ എന്തായിരിക്കണമെന്നുമൊക്കെയാണ് ഒരുപാട് ഖുത്ബകളോട് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് അസ്മാഉല്ലാഹി സുബ്ഹാനഹു വ തആല തൗഖീഫിയ്യത്തുൻ, അള്ളാഹുവിന്റെ ഇസ്മുകളെല്ലാം തൗഖീഫിയാണ്. തൗഖീഫ് എന്ന് വഖഫ എന്ന് പറഞ്ഞാൽ നിൽക്കുക എന്നാണ് അർത്ഥം. തൗഖീഫി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ വുഖൂഫു അമാമ കിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മൻഹജി സലഫി സ്വാലിഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിടത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പറഞ്ഞിടത്ത് സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ നിൽക്കൽ, അതാണ് തൗഖീഫി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇത് എല്ലാ വിഷയത്തെക്കുറിച്ചും ഇങ്ങനെ തന്നെയാണ് നമ്മുടെ വിശ്വാസം വേണ്ടത്. ഇവിടെ നമ്മുടെ വിഷയം അള്ളാഹുവിന്റെ നാമങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ ഒരു ഇസ്മ അല്ലാഹു തആല അള്ളാഹ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹദീസിലൂടെ പ്രവാചകൻ അള്ളാഹ്ക്ക് ഒരു ഇസ്മ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇസ്മ അള്ളാഹ്ക്ക് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിനാണ് ഏറ്റവും ഉത്തമമായ നാമങ്ങളുള്ളത്. ഫദ്ഉഹു ബിഹാ, ആ നാമങ്ങൾ കൊണ്ട് നിങ്ങൾ അള്ളാഹിനെ വിളിക്കണം. അപ്പോ അള്ളാഹ്ക്ക് നാമങ്ങൾ ഉണ്ട്. ഇത് എവിടുന്ന കിട്ടുക? ഇത് എവിടുന്ന് കിട്ടും? ഒരാളും തീരുമാനിച്ചുണ്ടാക്കാൻ പറ്റിയ ഒന്നല്ല, അങ്ങനെ ഉണ്ടാക്കാൻ പാടും ഇല്ല. ഓരോ കാലഘട്ടത്തിലെയും ആളുകൾക്ക് ഇപ്പൊ തോന്നപ്പോ അള്ളാഹ്ക്ക് അങ്ങനെ ഇസ്മ കൊടുത്താൽ തരക്കടില്ല, അത് പാടില്ല. അള്ളാഹ്ക്ക് ഇസ്മുകളുണ്ട്, അത് അല്ല വെച്ചതാണ്. അള്ളാഹ്ക്ക് അല്ല വെച്ച നാമങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് അള്ളാഹു തആല പ്രവാചകനെ അറിയിച്ചു വഹയിലൂടെ. അതുകൊണ്ട് അള്ളയും റസൂലും പറഞ്ഞിടത്ത് നമ്മൾ നിൽക്കണമെന്ന് പറയാനുള്ള കാരണം, ഇത് പറഞ്ഞ ശേഷം അള്ളാഹ്ക്ക് ഉത്തമമായ നാമങ്ങളുണ്ട്, ആ നാമങ്ങൾ കൊണ്ട് നിങ്ങൾ അള്ളാഹിനെ വിളിക്കണം എന്ന് പറഞ്ഞ ശേഷം വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വദറുല്ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി സയുജ്സൗന മാ കാനൂ യഅമലൂൻ. അള്ളാഹുവിന്റെ നാമങ്ങളിൽ കൃത്യവിരോധം കാണിക്കുന്ന ആളുകൾ, കൃത്രിമം കാണിക്കുന്ന ആളുകൾ, അവരെ നിങ്ങൾ വിട്ടേക്കണം. അവർ ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലമായി അവർക്ക് നാളെ ശിക്ഷ കിട്ടുന്നതാണ്. അള്ളാഹുവിന്റെ നാമത്തുമ്മ കളിച്ചാൽ ശിക്ഷയുണ്ട്. എന്താണെന്നറിയോ? അള്ളാഹ്ക്ക് ഖുർആനിൽ ഇല്ലാത്ത ഒരു നാമം ഉണ്ട് എന്ന് നമ്മൾ പറയാൻ പാടില്ല. അതാണ് അള്ളാഹ്ക്ക് അല്ല വെച്ച നാമം എന്ന് പറയാനുള്ള കാരണം. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് അഹ്ലുസുന്നത്തുൽ ജമാഅയുടെ മുൻകാല നേതാക്കന്മാരിൽ ഹിജ്റ 463 മരിച്ച പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, ലാ നുസമ്മീഹി, അള്ളാഹ്ക്ക് നമ്മൾ പേര് വെക്കാൻ പാടില്ല. വലാ നസിഫുഹു, ഒരു വിശേഷണം ചാർത്തിക്കൊടുക്കാനും പാടില്ല. വലാ നുത്ലിഖു അലൈഹി, നമ്മൾ അള്ളാഹ്ക്ക് ഉണ്ട് എന്ന് പറയാനും പാടില്ല. ഇല്ലാ മാ സമ്മാ ബിഹി നഫ്സഹു, അല്ലാഹ് തനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞതല്ലാതെ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കുക. ഒരു ഇസ്മും നമ്മുടെ വകയായി അള്ളാഹ്ക്ക് നമ്മൾ വെച്ചുകൊടുക്കാൻ പാടില്ല. ഇമാം അബൂ മുലഫർ സംആനി, അദ്ദേഹം 479 മരിച്ച അഹ്ലുസുന്നത്തുൽ ജമാഅയുടെ മുൻഗാമികളിൽപ്പെട്ടയാളാണ്. അദ്ദേഹം പറയാണ്, അൽ അസ്ലു ഫീ അസാമിർ റബ്ബി, റബ്ബിന്റെ ഇസ്മുകളിൽ അതിന്റെ അടിസ്ഥാനം ഹുവ തൗഖീഫ്, അത് തൗഖീഫാണ്. ഖുർആനിന്റെയും ഹദീസിന്റെയും മുമ്പിൽ നിൽക്കലാണ്. നമ്മുടെ വകയായി ഒരു നാമവും ചേർത്തിക്കൊടുക്കുവാനോ ഉള്ള ഒരു നാമം ഒഴിവാക്കാനോ പാടില്ല. അത് ആ പറഞ്ഞ ഇൽഹാദിൽപ്പെട്ടതാ. കൃത്രിമം കാണിക്കുന്നവർക്ക് ശിക്ഷ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽപ്പെട്ടതാണ് എന്ത്? ഉള്ളത് ഇല്ല എന്ന് പറയൽ, ഇല്ലാത്തതിനെ ഉണ്ടെന്ന് പറയൽ. അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ഓർമ്മ വെക്കുക. അള്ളാഹുവിന്റെ നാമങ്ങൾ തൗഖീഫിയുൻ എന്നാണ് വിശ്വസിക്കേണ്ടത്. ഒപ്പം ഒരു കാര്യം കൂടി മനസ്സിലാക്കാം, അള്ളാഹുവിന്റെ ഈ നാമങ്ങൾ മറ്റൊരാൾക്കും നമ്മൾ അതേപോലെ ഉണ്ടെന്ന് പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ നാമങ്ങൾ 99 നാമങ്ങൾ അള്ളാഹുവിനുണ്ട് എന്ന് ഹദീസിലൂടെ പഠിപ്പിച്ചാൽ, അതേ വിശേഷണങ്ങളോടുകൂടി, അതേ കഴിവോടുകൂടി, അതേ ഇസ്മുകളോടുകൂടി വേറെയും ഒരാളുണ്ട് എന്ന് വിശ്വസിക്കൽ പാടില്ല. ഹൽ തഅലമു ലഹു സമീയ, അള്ളാഹ്ക്ക് തത്തുല്യ നാമമുള്ള വല്ലവനും ഉണ്ടോ എന്ന് അള്ളാഹ് ചോദിക്കുന്നുണ്ട്. ഇല്ല എന്നാണ് എന്റെ അർത്ഥം. പക്ഷെ മുഹ്യിദ്ദീൻ ശൈഖിനെ പുകഴ്ത്താനും പൂർച്ചപ്പെടുത്താനും വേണ്ടി പറഞ്ഞ് അദ്ദേഹത്തിന് 99 നാമങ്ങൾ ഉണ്ട് എന്നുള്ള മാലപ്പാട്ടുകളുമായിട്ട് ആളുകൾ നടക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അത് ഈ ശൈഖിന്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയാൻ കാരണം, ഇപ്പൊ അതിന്റെ ഒരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുക. മാലകളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക, ത്വരീഖത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക, എന്നൊരു വിശ്വാസത്തിന്റെ വഴി പഠിപ്പിക്കാം. ഇന്ന് കേരളക്കരയിൽ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. നമ്മൾ ഏത് വിശ്വാസം ഖുർആനിലും ഹദീസിലും പഠിക്കാൻ ശ്രമിച്ചാലും അതിനെതിരായ കാര്യമാണ് മാലയിൽ വരുന്നത്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് അത് സൂചിപ്പിച്ചു പോകുന്നത്. അപ്പോ അള്ളാഹുവിന്റെ നാമങ്ങളുണ്ട്, ആ നാമങ്ങൾ അള്ളാഹു വെച്ചതാണ്, നമ്മൾ അതേ വിളിക്കാവൂ. ആ നാമങ്ങൾ നിഷേധിക്കാൻ പാടില്ല. ആ നാമങ്ങൾക്കപ്പുറം നമ്മുടെ വകയായി നാമങ്ങൾ ഉണ്ടാക്കാനും പാടില്ല. ഈ നാമങ്ങൾ മറ്റൊരാൾക്ക് ഇട്ടുകൊടുക്കുവാനും പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സംബന്ധിച്ച് അറിയാനും പഠിക്കാനും യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിച്ച് മരിക്കുവാനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1-2 സഹോദരിമാര് അസുഖം ബാധിച്ച് പ്രയാസത്തിലാണ്, ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ട്.
സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങളെ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ, ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മുസ്ലിം സഹോദരന്മാർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയും അവരുടെ ഖബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم طيب ثراهم واجعل الجنة مأواهم. اللهم لا تشف خلقنا بالنار ولا تجعلنا من حطب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم لا تجعل الدنيا أكبر همنا ولا غاية قصدنا ولا مبلغ علمنا ولا إلى النار مصيرنا. اللهم اجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. صلى الله عليه وسلم.